Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും SK ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ നമുക്ക് നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടിലോട്ട് പോവാം. അതിനുശേഷം നമ്മൾ ഇന്നലെ പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ആദ്യം തന്നെ നിഫ്റ്റി ചാർട്ട് പോയി കഴിഞ്ഞാൽ ഇന്നൊരു 81 പോയിൻ്റ് ഒരു ഫോൾ ആയിരുന്നു നിഫ്റ്റിയിലുണ്ടായിരുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞു ഈ 50 EMA ഒക്കെ മുകളിൽ സസ്റ്റെയിൻ ചെയ്തെന്നുള്ളത്. പക്ഷേ നമ്മൾ പറഞ്ഞൊരു റെസിസ്റ്റൻസ് ഏരിയയാണ്. പക്ഷേ ഇന്നലെ നല്ല രീതിയിൽ ബ്രേക്ക് ചെയ്തെങ്കിലും കഴിഞ്ഞ ദിവസം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലെ അല്ല മിനിഞ്ഞാന്നാണ് ബ്രേക്ക് ചെയ്ത്. ഇന്നലെ ആണെങ്കിൽ അതിൻ്റെ മേലോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും കയറാൻ പറ്റിയില്ല. ഇന്ന് നല്ലൊരു സെൽ ഓഫാണ് വന്നിട്ടുണ്ടായിരുന്നത്. കാരണം മെയിനായിട്ട് നമ്മുടെ US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചറൊക്കെ ഒരു നെഗറ്റീവ് ആയിരുന്നു രാവിലെ മുതലേ. അപ്പോൾ അതിൻ്റേതായിട്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ മാർക്കറ്റും റിയാക്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ക്രിപ്റ്റോ ഒക്കെ 4% ഇന്നൊരു ഫാൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഗ്ലോബലി മാർക്കറ്റ് ചെറുതായിട്ട് ഫാൾ ആകുമ്പോൾ നമ്മുടെ മാർക്കറ്റ് ഒരു സെല്ലിംഗ് പ്രഷർ വരാറുണ്ട്. അതുപോലെ കഴിഞ്ഞ ദിവസം നോക്കുകയാണെങ്കിൽ നമ്മുടെ FIS വീണ്ടും സെല്ലിങ്ങിലോട്ട് ചെറിയൊരു ക്വാണ്ടിറ്റി ആണ് ഇന്നലെ ഒരു സെല്ലിങ്ങിലോട്ട് വന്നു. അപ്പോൾ അത് ഇന്നും കണ്ടിന്യൂ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണോ എന്ന് അറിയില്ല. പക്ഷേ എന്തായാലും നമുക്ക് ചെറിയൊരു ഫോൾ വന്ന് നല്ലൊരു താഴത്തോട്ട് പോയതാണ്. ഏകദേശം നിഫ്റ്റി ഒരു 25,000 അടുത്ത് വരെ പോയി. അതിന് ശേഷം റിക്കവറായിട്ട് 25,045 അടുത്താണ് ക്ലോസ് ചെയ്ത്. നല്ല അവസാന സമയത്ത് റിക്കവറി വന്നു. അതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് ക്ലോസ് ചെയ്യാൻ പറ്റിയത്. നമുക്ക് നോക്കാം. നാളെ ഈ റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് മേലോട്ട് പോകുന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. അതുപോലെ സ്മോൾ ക്യാപ്പ് നോക്കി കഴിഞ്ഞാൽ നിഫ്റ്റിനേക്കാളും നല്ലൊരു ഫോളാണ് സ്മോൾ ക്യാപ്പിൽ ഉണ്ടായിരുന്നത്. വീണ്ടും നമ്മൾ പറഞ്ഞ ആ റേഞ്ചിലോട്ട് വീണ്ടും സ്മോൾ ക്യാപ്പ് വന്നിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മളൊരു സപ്പോർട്ട് റേഞ്ചാണ്. ഈ ഒരു ട്രെൻഡ് ലൈൻ താഴെ പറഞ്ഞ ഈ ട്രെൻഡ് ലൈൻ അതിൻ്റെ സപ്പോർട്ട് റേഞ്ചാണ്. വീണ്ടും ആ റേഞ്ചിലോട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടുന്ന് റിവേഴ്സൽ കിട്ടുമെന്നറിയില്ല. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും പ്രതീക്ഷയോടെ ഇരിക്കുക എന്നുള്ളതാണ്. മാർക്കറ്റ് വീക്കാകുമ്പോൾ നമുക്കറിയാം നമ്മൾ പറയുന്ന സ്റ്റോക്കുകളിലൊന്നും അധികം എൻട്രിയിൽ കിട്ടില്ല. ഓക്കെ, നമ്മൾ ഇന്നലെ പറഞ്ഞ 2 സ്റ്റോക്കുകളാണ് ഞാനിന്ന് പറയാം. ഇന്നലെ പറഞ്ഞ CDSL അതുപോലെ പ്രീമിയർ എക്സ്പ്ലോസീവ് ലിമിറ്റഡ്. ആദ്യം തന്നെ CDSL എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ഇതിൻ്റെ എൻട്രി ഒന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സ്റ്റോക്ക് രാവിലെ ഓപ്പൺ ആയി തന്നെ നല്ല രീതിയിൽ മേലോട്ട് പോയി. പക്ഷേ നമുക്കറിയാം മാർക്കറ്റ് നല്ലൊരു വീക്ക് ആയതുകൊണ്ട് നല്ല രീതിയിൽ സെല്ലിങ് വന്നു. പക്ഷേ നമുക്ക് സ്റ്റിൽ ഈ മാർക്കറ്റ് അല്ലെങ്കിൽ ഈ സ്റ്റോക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. നാളെയൊക്കെ നമുക്ക് നോക്കുകയാണെങ്കിൽ എൻട്രി നോക്കാവുന്നതാണ്. പക്ഷേ അതുപോലെ തന്നെ ഈ പ്രീമിയർ എക്സ്പ്ലോസീവ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്റ്റോക്ക് നല്ല രീതിയിലൊരു ഫോൾ വന്നു. എന്തായാലും നമ്മുടെ എൻട്രി നമുക്ക് കിട്ടിയിട്ടില്ല. അതിന് മുമ്പ് തന്നെ നല്ലൊരു ഫോൾ വന്നു. അതിന് ശേഷം ഒരു 7% അടുത്ത് താഴെ പോയി. അതിന് ശേഷം ചെറുതായിട്ട് റിക്കവറായി. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സ്റ്റോക്ക് ചിലപ്പോൾ ഒരു ഷേക്ക് ഔട്ട് എന്നൊക്കെ പറയും. പെട്ടെന്നൊരു സെല്ലിങ് വരും അതിൻ്റെ കൂടെ. അതിന് ശേഷം നല്ല റിക്കവർ ചെയ്തിട്ട് ഈ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് പോകുന്ന അങ്ങനെ ഉള്ള സിറ്റുവേഷൻ ഒരുപാടുണ്ട്. അപ്പോൾ ആ റേഞ്ച് നമുക്കൊന്ന് വീണ്ടും വെയിറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും എൻട്രിയിൽ ട്രിഗർ ആയിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നാളെ നമുക്ക് ജസ്റ്റ് ഒരു സ്റ്റോക്ക് നമുക്ക് വാച്ച് ചെയ്യാം. കാരണം മാർക്കറ്റ് വീക്കാണെങ്കിൽ നമുക്ക് ഇത് എൻട്രി കിട്ടുന്ന ഒരു നിർബന്ധമില്ല. 361 എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കുറച്ച് നാളത്തെ ഒരു കൺസോൾട്ടേഷൻ റേഞ്ചാണിത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ജൂലൈ ഫ്രൈഡേ 2025 ജൂലൈയിൽ ഈ റേഞ്ചിലോട്ട് നല്ലൊരു താഴത്തോട്ട് വന്നു. പിന്നെ റിക്കവറായി നോക്കി വീണ്ടും താഴത്തോട്ട് വന്നു. വീണ്ടും ഒരു ഡബിൾ ടോപ്പ്, പിന്നെയും മേലെ താഴത്തോട്ട് വന്നു. പിന്നെ ട്രിപ്പിൾ ടോപ്പായാണ്. 3 ടോപ്പായി ഏകദേശം. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ ഒരു ക്യാൻഡിൽ ഇപ്പോഴത്തെ ഒരു വീക്ക് മാർക്കറ്റ് ആണെങ്കിലും ആ റേഞ്ച് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു എൻട്രി ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നോക്കാം. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് ഈ ഒരു റേഞ്ച് സ്റ്റോപ്പ് ലോസ് ഞാൻ റെഡിൽ മാർക്ക് ചെയ്യാം. ഒരു 1076 നമുക്ക് ഇതിലേക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് നോക്കാം. അതുപോലെ ടാർഗറ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1190 നമുക്ക് ടാർഗറ്റായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിലായിട്ട് നോക്കാവുന്നതാണ്. ഇപ്പോൾ നാളെ നമുക്ക് ഇതിലേക്ക് ഈ റേഞ്ചിൽ നിന്നൊക്കെ ഒരു എൻട്രി കിട്ടുകയാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് നോക്കുക. നാളെ ഇപ്പോൾ എങ്ങനെയായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവുക. ഒരു വീക്ക് മാർക്കറ്റ് ആണെങ്കിൽ പിന്നെ നമുക്ക് എൻട്രി എടുക്കാതിരിക്കുന്നതാണ്. ചിലപ്പോൾ ബ്രേക്ക് ഔട്ട് ഇങ്ങനെ കിട്ടിയാലും വീണ്ടും സ്റ്റോക്ക് താഴത്തോട്ട് പോയതിന് ശേഷമായിരിക്കും നല്ലൊരു മൂവ്മെൻറ്റ് തരും. മാർക്കറ്റ് സ്ട്രെങ്ത് ആകുമ്പോഴായിരിക്കും മൂവ്മെൻറ്റ് കിട്ടുക. അതുവരെ വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ പറയുന്ന ഒരു പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ സ്റ്റോക്ക് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ ഈ ഒരു സ്റ്റോക്ക് മാത്രം ഒന്ന് വാച്ച് ചെയ്യുക. അതുപോലെ നമ്മൾ ഇന്നലെ പറഞ്ഞ 2 സ്റ്റോക്കുകളും സ്റ്റില് നമ്മുടെ റേഞ്ചിൽ തന്നെയാണ്. അപ്പോൾ അതിലും എൻട്രികളൊന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുത്ത് പഠിക്കാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ നാളെ മറ്റു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്